ആ പരിധി കടന്നുള്ള സ്പീഡിൽ ഒരിക്കലും പോകാൻ പാടില്ല. ആ സ്പീഡിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പല സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും പോകുന്നത്. എന്തെന്നാൽ സ്പീഡ് ഗവർണർ സംവിധാനം മിക്ക ബസ്സുകളിലും ഇല്ല എന്ന് മാത്രമല്ല, സ്പീഡ് ഗവർണർ ഉള്ളവ തന്നെ പല ബസ്സുകളും, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾ അതെല്ലാക്കി മാറ്റി വെച്ച്. ശ്രീരാജേന്ദ്രൻ, ഈ ഇത് ഓട്ടിച്ച ബസ്സിന് ഇപ്പൊ GPS-ഉം വേദപൂട്ടുമില്ലെന്ന വാർത്ത പുറത്തു വരികയാണ്. MVD റോഡിലിറങ്ങി എല്ലാ ബസ്സും പ്രൈവറ്റ് ബസ്സുകളെ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് KSRTC ബസ്സിന് പൂട്ടുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ വഴിനീളെ ഈ ക്യാമറകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ട്രാഫിക് നിയന്ത്രണത്തിനും അതുപോലെ തന്നെ റോഡ് സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലാവുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ വാഹനങ്ങൾക്കും മാതൃകയാകേണ്ട KSRTC ബസ്സുകൾ തന്നെ ഇപ്പോൾ വളരെ മോശമായ കണ്ടീഷനുകളിലാണ് റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തെളിയുന്നത്. ഇത് KSRTC ഡ്രൈവർമാര് ഈ ജനബാഹുല്യത്തിന് ഇടയിലൂടെ തെരുവുകൾ പോലെയുള്ള, ചന്തകൾ പോലെയുള്ള പൊതു നിരത്തുകളിലൂടെ ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് ആരുടെയും ജീവൻ അപകടത്തിലാക്കാതെ എത്തുന്നത് വലിയ ഭാഗ്യമെന്നേ നമുക്ക് കരുതാൻ പറ്റൂ. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് യദു എന്ന ഇപ്പൊ ആരോപിതനായ ഡ്രൈവർ ഓടിച്ചിരുന്ന ബസ്സിന് GPS സംവിധാനമില്ലായിരുന്നു. അതപ്പോ എവിടെ നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള സന്ദേശങ്ങളും ബസ് സ്റ്റേഷനുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം അങ്ങോട്ടോ കിട്ടാൻ പര്യാപ്തമായ രീതിയിലല്ല അത് പോയിരുന്നത്. ദിശ കണ്ടുപിടിക്കാൻ പോലും മാർഗമില്ലായിരുന്നു. ഇപ്പൊ ഈ GPS സംവിധാനം ഇല്ലാത്ത ഒരൊറ്റ കാർ പോലും ഇല്ല. അങ്ങനത്തെ സമയത്താണ് KSRTCയുടെ ഇത്രയും യാത്രക്കാരുമായിട്ട് പോകുന്ന വളരെ ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു വണ്ടി ഇപ്പോ ഇങ്ങനെ ഗതിയില്ലാതെ ഗതി കെട്ടുപോകുന്നത്. GPS എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യമില്ല. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ റോഡ് സുരക്ഷയ്ക്ക് ചാക്കാക്കി വളരെ കർശനമായ നിർദ്ദേശം നടത്തി കർശനമായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് കോടതി അതിന്റെ എതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ഒന്നും വകവയ്ക്കാതെ നടപ്പാക്കിയ ഒന്നാണ് സ്പീഡ് ഗവർണർ. ഞാൻ ഒരു സ്പീഡിൽ കൂടുതൽ 70 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ അതിന് നിർദ്ദിഷ്ടമായിട്ടുള്ള ആ പരിധി കടന്നുള്ള സ്പീഡിൽ ഒരിക്കലും പോകാൻ പാടില്ല. ആ സ്പീഡിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പല സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും പോകുന്നത്. എന്തെന്നാൽ സ്പീഡ് ഗവർണർ സംവിധാനം മിക്ക ബസ്സുകളിലും ഇല്ല എന്ന് മാത്രമല്ല, സ്പീഡ് ഗവർണർ ഉള്ളവ തന്നെ പല ബസ്സുകളും, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകൾ അതെല്ലാക്കി മാറ്റി വെച്ചിരിക്കും. മറ്റൊരു കാര്യം വെച്ചിട്ട് ഈ യേതുവിന്റെ പ്രശ്നം നടന്നപ്പോൾ KSRTCയോട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്തുകൊണ്ട് KSRTC മന്ത്രി KB ജനേഷ് കുമാർ ഇത് ഇടപെടുന്നില്ല? KSRTCയുടെ ചുമതലയുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പിന്നിൽ തോക്കുമായി നിൽക്കുകയാണ് CPM എന്ന് പറയുന്ന വലിയേട്ടൻ. കാരണം CPM ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ തെറിക്കുന്നതേ ഉള്ളൂ ഗണേഷ് കുമാർ എന്ന ആളിന്റെ മന്ത്രിസഭയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാനും ഇല്ല. അതുകൊണ്ട് ആ ദയാദാക്ഷിണ്യത്തിലാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നതും ആ കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് CPMന്റെ മമതാഭാവം ഇല്ലെങ്കിലല്ലാതെ യാതൊരു തരത്തിൽ ഈ മന്ത്രിസ്ഥാനം തുറന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് CPMനെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ CPMനെ എതിർകക്ഷിയാക്കുന്ന യാതൊരു വാക്കും വളരെ ധൈര്യമായിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഗണേഷ് കുമാർ തൽക്കാലം ഉപയോഗിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു അവസാനത്തെ പൊട്ടിത്തെറിയായിട്ട് മന്ത്രിസഭയിൽ നിന്ന് വിടാൻ താല്പര്യം കൊണ്ട് ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അദ്ദേഹം വാതറം നീക്കും. ഇപ്പം മിണ്ടാൻ നിവൃത്തിയില്ലാത്ത അദ്ദേഹത്തിന്റെ കരുത്ത് ഈ മേയർ ആര്യൻ തമ്മിൽ കുറച്ച് നാൾ മുമ്പ് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഈ ഇലക്ട്രിക് ബസ് നിർത്താൻ പോയപ്പോൾ ആര്യം ഗണേഷ് കുമാർ നമ്മൾ വാർത്ത ചർച്ച ഉണ്ടായതാണ്. പക്ഷേ റഹീം ഉൾപ്പെടെ ഉള്ള ആൾക്കാര്, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ യദുവിനെതിരെ രംഗത്ത് വരികയായിരുന്നു എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് അത് ഗണേഷ് കുമാറിനെതിരെയുള്ള ഒരു ശബ്ദമായിരുന്നു, ഒരു താക്കീതുമായിരുന്നു. പിന്നെ അനങ്ങിയില്ല. ഇപ്പൊ ഏഷ്യാനെറ്റിലെ VM ബിനുവിനെ പോലെ ഒന്നും പിന്നെ ശബ്ദിക്കാൻ പറ്റില്ല ഗണേഷ് കുമാറിന്. ശബ്ദിച്ചു കഴിഞ്ഞാൽ ഈ CIT യൂണിയൻകാരെല്ലാം കൂടെ ആ ചാനലിലേക്ക് കയറുന്ന പോലല്ല മന്ത്രിസഭയിൽ പിന്നെ അദ്ദേഹം ഉണ്ടാവില്ല. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ ആ കാര്യം ഇനിയിപ്പോ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്, നാളെ ചേരുന്നുണ്ട്. അതിൽ ചർച്ചയാകുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല. യാതൊരു വാർത്തയും കിട്ടാത്തത് കൊണ്ട് ചാനലുകളും അതുപോലെ സമൂഹ മാധ്യമങ്ങളും ഒക്കെ പലതരത്തിലുള്ള കിംവദന്തികളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ വാർത്തകൾ ശരിയായ വിധം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. കിംവദന്തികൾ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ് ഈ മഴക്കാലത്തും എന്നുള്ള ഒരു വസ്തുതയെ അവശേഷിക്കുന്നു. എന്തായാലും KSRTC ബസ്സുകളുടെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ്.
അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആരുടെ ഭാഗ്യം. ഇനി മേജറായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ അപായം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മളുടെ മാധ്യമങ്ങളുടെയും കോടതിയുടെയും പോലീസിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ ശ്രദ്ധ അതിലേക്ക് വരികയും ഗണേഷ് കുമാർ ഇടപെട്ടാൽ മേയറുടെ കസേര തെറിക്കാനും ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം ശരിയായിട്ടുള്ള വസ്തുതകൾ പറഞ്ഞിരുന്നുവെങ്കിൽ മേയർ ആ സ്ഥാനത്ത് പോയി ഇരിക്കാൻ പറ്റുകയില്ലായിരുന്നു. പക്ഷെ ദുർബലമായ ഒരു കക്ഷിയുടെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിസ്സഹായനാണ്. അവിടെ ഈ പറയുന്ന മുന്നണി മര്യാദകളൊന്നും പാലിക്കപ്പെടുകയില്ല. വലിയേട്ടൻ മനോഭാവം വലിയ കക്ഷിക്കൊണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നണി ഭരണം എന്നും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. CPIക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയുക മര്യാദയ്ക്ക് എന്നുള്ള ഒരു കണ്ണുരുട്ടിലായിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് അത് ഒരു വലിയ സ്വാതന്ത്ര്യമൊന്നും ജനാധിപത്യ സ്വാതന്ത്ര്യമൊന്നും ഈ LDF മുന്നണിക്കകത്ത് എടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് KV ഗണേഷ് ഒരു പക്ഷവും പറയാതെ നിശബ്ദനായിട്ട് മൗനിയായിട്ട് ഒരുപക്ഷെ മനസ്സിൽ സങ്കടങ്ങൾ ഒതുക്കി വെച്ചുകൊണ്ട് നിൽക്കുക എന്ന ഒരു ഇതാണ് നമ്മുടെ ഭാവനയിലുള്ളത്. അതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതും യുക്തിസഹമായിട്ട് കരുതാൻ കഴിയുന്നതും. ശ്രീ രാജേന്ദ്രൻ.